ആം, ഈസ്, ആറിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള കഴിവ് ആർജിക്കാനാവൂ. ആയതിനാൽ കഴിഞ്ഞ ചാപ്റ്റർ വീക്ഷിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ രണ്ടാം ചാപ്റ്ററിലേക്ക് കടക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുതിയ വാചകങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം. മൂന്നാമത്തെ ചാപ്റ്ററിൽ നാം പഠിക്കാൻ പോകുന്നത് ആം, ഈസ്, ആറിന്റെ കൂടെ ING ചേർക്കുന്ന രീതിയാണ്. അതായത് ആം, ഈസ്, ആർ പ്ലസ് ING. ആദ്യം നമുക്ക് ഉദാഹരണമായി പ്ലേ എന്ന വേർഡ് എടുക്കാം. പ്ലേയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം, കളിക്കുക. നാം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ഹിയുടെ കൂടെ ഈസ് ചേർക്കുകയാണ്. ആദ്യം നമുക്ക് ഉദാഹരണമായി പ്ലേ എന്ന വേർഡ് എടുക്കാം. പ്ലേയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം, കളിക്കുക. നാം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ഹിയുടെ കൂടെ ഈസ് ചേർക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നതിന്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇവിടെ ഈസിന്റെയും INGയുടെയും പ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്നു. നാം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ഹി സിംഗുലർ ഏകവചനം ആയതുകൊണ്ടാണ് കൂടെ ഈസ് ചേർത്തത്. ഇനി അവൻ, അതായത് ഹി എന്നതിന് പകരം അവർ, ദേ ആണെങ്കിൽ സംഭവിക്കുന്ന മാറ്റം ശ്രദ്ധിച്ചു നോക്കൂ. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ഹീക്ക് പകരം ദേ ആകുമ്പോൾ നാം മുമ്പ് പഠിച്ചതുപോലെ ദേയുടെ കൂടെ ആർ ആണ് ഉപയോഗിക്കുക. അതായത് ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് മാറി ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്നാകും. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇനി പ്ലേയ്ക്കു പകരം റീഡ് ഉപയോഗിച്ച് നോക്കാം. വായിക്കുക എന്നാണ് റീഡിന്റെ അർത്ഥമെന്ന് നമുക്കറിയാം. അവൾ പഠിക്കുകയാണ് എന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് ശ്രമിച്ചു നോക്കൂ. അവൾ എന്നത് ഷീയുടെ കൂടെ ഇസ് ആണ് ഉപയോഗിക്കുക എന്നത് നാം മുൻപ് പഠിച്ചതാണ്. ഷീ ഈസ് റീഡ് പ്ലസ് ING. ഷീസ് റീഡിംഗ്. ഇവിടെ റീഡിന്റെ കൂടെ ING ചേർത്തു. മുൻപ് ചെയ്തതുപോലെ അവർ വായിക്കുകയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്ന് ശ്രമിച്ചു നോക്കൂ. ഷീയ്ക്കു പകരം ദേ വന്നപ്പോൾ ഈസിനു പകരം ആർ ആകുന്നു. ദേ ആർ റീഡിംഗ്. അവർ വായിക്കുകയാണ്. ഞങ്ങൾ വായിക്കുകയാണ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഞങ്ങൾ എന്നത് ഇംഗ്ലീഷിൽ വി ആണല്ലോ. നാം മുൻപ് പഠിച്ച ബോക്സ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഇവിടെ വിയുടെ കൂടെയും ആർ ആണ് ചേർക്കേണ്ടത്. അതായത് ഞങ്ങൾ വായിക്കുകയാണ് എന്നത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പ്രയോഗിക്കാം: വി ആർ റീഡിംഗ്. ഇതുപോലെ ബോക്സിലുള്ള ഓരോ വേർഡിനും അനുസരിച്ച് വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ഇനി വ്യത്യസ്തമായ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ശരിയായ പരിശീലനത്തിലൂടെ മാത്രമേ ഇംഗ്ലീഷ് ഭാഷയെ അടുത്തറിയാനാകൂ എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. വീഡിയോ പോസ് ചെയ്ത് 5 ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കൂ. ശേഷം വീണ്ടും പ്ലേ ചെയ്യൂ. നിങ്ങൾ ചെയ്ത ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കൂ. ശരിയായവർ വീണ്ടും പുതിയ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. ശരിയാകാത്തവർ വീഡിയോ വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധയോടെ കാണൂ. നാം ഇതുവരെ പഠിച്ച പാഠങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യവാക്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബോക്സ് ശ്രദ്ധിക്കൂ. ബോക്സിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഈസ്, ആം, ആർ എന്നത് തുടക്കത്തിൽ ചേർക്കുമ്പോൾ ചോദ്യരൂപത്തിലാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹി ഈസ് പ്ലേയിങ് എന്നത് അവൻ കളിക്കുകയാണ് എന്നതാണെന്ന് നാം പഠിച്ചതാണല്ലോ. അവൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ഈസ് എന്നത് തുടക്കത്തിൽ ചേർത്താൽ മതി. അതായത് ഹി ഈസ് പ്ലേയിങ് മാറ്റി ഈസ് ഹി പ്ലേയിങ് എന്നാക്കുമ്പോൾ ചോദ്യവാക്യമാകുന്നു. ദേ ആർ പ്ലേയിങ് മാറ്റി അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ശ്രമിച്ചു നോക്കൂ. ആർ ദേ പ്ലേയിങ്? ഇവിടെ 2 സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. Hello Shreya, good morning. Good morning, Manu. Are you waiting for Rama? Yes, I'm waiting for her. ഇവിടെ മനു ചോദിച്ചത് ശ്രദ്ധിക്കൂ. ആർ യു വെയിറ്റിംഗ് ഫോർ രമ? അതായത് നീ രമയെ കാത്തു നിൽക്കുകയാണോ? ഇവിടെ ഫോർ രമ എന്നത് രമയെ എന്നതാണ് ഉദ്ദേശിച്ചത്. ആർ യു വെയിറ്റിംഗ് എന്നത് നാം പഠിച്ച രീതിയാണ്. ചില ഉദാഹരണങ്ങൾ കൂടി പരിശോധിക്കാം. Arun,
Are they playing football? അരുൺ, അവർ ഫുട്ബോൾ കളിക്കുകയാണോ? No, they are reading. അല്ല, അവർ വായിക്കുകയാണ്. Murali, is your mom watching TV? മുരളി, നിങ്ങളുടെ അമ്മ ടെലിവിഷൻ കാണുകയാണോ? Yes, she is. അതെ, അവർ ടെലിവിഷൻ കാണുകയാണ്. John, is anybody playing there? ജോൺ, ആരെങ്കിലും അവിടെ നിന്ന് കളിക്കുന്നുണ്ടോ? Yes, children in my neighborhood are playing. അതെ, എന്റെ അടുത്ത വീട്ടിലെ കുട്ടി കളിക്കുന്നുണ്ട്. Are they attending the interview tomorrow? അവർ നാളെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടോ? Yes, they are. അതെ, പങ്കെടുക്കുന്നുണ്ട്. Who's coming here? ആരാണ് ഇവിടെ വരുന്നത്? He's my friend. അവൻ എന്റെ സുഹൃത്താണ്. Is Vijayan taking class? വിജയൻ ക്ലാസ് എടുക്കുകയാണോ? No, he's just sitting at the office. അല്ല, അവൻ ചുമ്മാ ഓഫീസിലിരിക്കുകയാണ്. Is Suresh working? സുരേഷ് ജോലി ചെയ്യുകയാണോ? No, he's studying. അല്ല, അവൻ പഠിക്കുകയാണ്. Is everybody working hard? എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? Yes. അതെ. Are you Mr. Manoj? നിങ്ങൾ മിസ്റ്റർ മനോജാണോ? No, I'm his brother Ram. അല്ല, ഞാൻ അവന്റെ സഹോദരൻ റാം ആണ്. Is she going to school? അവൾ സ്കൂളിലേക്ക് പോവുകയാണോ? No, she's going to her house. അല്ല, അവൾ അവളുടെ വീട്ടിലേക്ക് പോകുകയാണ്. ശ്രേയയും രാഹുലും സൂചിപ്പിച്ച 10 ഉദാഹരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതുവരെ ആവർത്തിച്ചു കാണുക. 2 ചാപ്റ്ററുകളിൽ പഠിച്ച എന്തൊക്കെ കാര്യങ്ങൾ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം. ആം, ഈസ്, ആർ പ്ലസ് ഐഎൻജിയുടെ ഉപയോഗം കൂടുതൽ മനസ്സിലാക്കാൻ രാഹുലിൻ്റെയും ശ്രേയയുടെയും സംഭാഷണം ശ്രദ്ധിക്കൂ. Hello Shreya, how are you? I'm fine. Are you going back to your home? No, I'm going to my friend's home. Is it tomorrow your class test? Yes, so I'm going to my friend's home to study together. Are you preparing well? Yes, I want to score A+. Are you going to playground? Yes, I am going to the playground. My brother will also come there now. Is he studying now? No, he's watching TV. Shreya, who is that standing far away? Sorry, it's not clearly visible. May I leave? Okay. Hello Rahul, where are you now? I am in my native place. Why did you call? Next month 18th, it is my brother's marriage. I called to invite you. Very good news. What is your brother doing now? He works in a mobile shop. Don't forget the date. No, Jinu. Okay, bye.